അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന വ മൗലാന മുഹമ്മദ്. ഇന്നത്തെ മഗ്രിബോട് കൂടെ വളരെ പവിത്രതയുള്ള മഹത്വമുള്ള ഒരു രാവ് നമ്മിലേക്ക് കടന്ന് വരികയാണ്. ശഅബാൻ 15-ൻ്റെ രാവ്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ദുഖാനിൽ അള്ളാഹു പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ, ബറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയിൽ പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചു. ഈ ആയത്തിൽ പറഞ്ഞ ലൈലത്തിൻ മുബാറക്ക, ബറക്കത്താക്കപ്പെട്ട രാത്രി ഏതാണ് എന്നത് മുഫസ്സിറുകൾ പല രൂപത്തിലും വിശദീകരിച്ചതായി കാണാൻ കഴിയും. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ൻ്റെ രാവാണ് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. ഈ രാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹത്വങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായി ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. ഈ രാത്രി ഒരുപാട് പേരുകളിലാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാമുമാർ, പണ്ഡിതന്മാർ പല പേരുകളും ഈ രാത്രിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയതായി കാണാൻ കഴിയും. ലൈലത്തുൽ മുബാറക്ക, ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നത് ഈ രാവിൻ്റെ ഒരു നാമമാണ്. എന്തെല്ലാം ബറക്കത്തുകളുണ്ടോ അതെല്ലാം ആ രാത്രിയിൽ ഭൂമി ലോകത്തേക്ക് വർഷിക്കും. അള്ളാഹുവിൻ്റെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത റഹ്മത്തിൻ്റെ മാലാഖമാർ വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാവാണ് ആ രാവ്. ബറക്കത്തിന് അത് തന്നെ ധാരാളം മതിയല്ലോ. അതുപോലെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഖിസ്മ, കണക്കാക്കുന്ന, വീതിച്ചു കൊടുക്കുന്ന രാവ് എന്നത്. ഒരു മനുഷ്യന് ആവശ്യമായ ഭക്ഷണം, ശ്വാസം, സമ്പത്ത്, ഉറക്ക്, ഉണർവ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിശ്ചയിച്ചു കൊടുക്കുന്ന രാവാണിത്. ഈ ശഅബാൻ 15 മുതൽക്ക് അടുത്ത വർഷത്തെ ശഅബാൻ 15-നിടയിൽ മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം അല്ലാഹു തആല കണക്കാക്കുന്നുണ്ടോ അത് മുഴുവനും, കണക്കാക്കൽ നേരത്തെ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. 4-ാം മാസത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന സമയത്ത് തന്നെ ഓരോ മനുഷ്യനെക്കുറിച്ചുമുള്ള സമഗ്രമായ പൂർണ്ണമായ വിവരങ്ങൾ എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. വിജയ് ആരാണ്, പരാജയ് ആരാണ്, രോഗി ആരാണ്, ആരോഗ്യവാൻ ആരാണ്, ഇയാൾ എത്ര വർഷം ജീവിക്കും, എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. പിന്നെ എന്താണ് ഈ ശഅബാൻ 15-ന് നടക്കുന്നത്? ആ രേഖപ്പെടുത്തി വെച്ചതിൽ നിന്ന് ഓരോ വർഷങ്ങളിലും നടപ്പാക്കാനുള്ളത് മലക്കുകൾക്ക് കൈമാറ്റം ചെയ്യുന്ന രാവാണ് ഈ രാവ്. ഓരോ വകുപ്പുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന മലക്കുകളിലേക്ക് അതാത് കാര്യങ്ങൾ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന മലക്കിന് ഓരോ മനുഷ്യനും ഈ ശഅബാൻ 15 മുതൽ അടുത്ത ശഅബാൻ 15-നിടയിൽ ഭക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അസ്റായിൽ അലൈഹിസ്സലാമിന് ഈ ശഅബാൻ 15 മുതൽ അടുത്ത ശഅബാൻ 15-നിടയിൽ ആരുടെയെല്ലാം റൂഹുകളെ പിടിക്കണം, ആരെല്ലാം മരിക്കും, അതിൻ്റെ ലിസ്റ്റ് അസ്റായിൽ അലൈഹിസ്സലാമിന് കൈമാറ്റം ചെയ്യുകയാണ്. ഭൂമിയിൽ മഴ വർഷിക്കേണ്ടതിൻ്റെ കണക്ക് അതുമായി ബന്ധപ്പെട്ട മലക്കിന് നൽകുകയാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നതിനുള്ള ആ ലിസ്റ്റ് ഈ രാവിലാണ് കൈകാര്യം ചെയ്യുന്നത്. ലൈലത്തുൽ ഖിസ്മ, നിശ്ചയിച്ച് കണക്കാക്കി വീതിക്കുന്ന രാവാണത്. എല്ലാറ്റിനെയും വീതിക്കുന്ന രാവ്.
അതാണല്ലോ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. ശഅബാൻ 15 രാവ് ആയാൽ മലക്കുൽ മൗത്തിന് അസ്രായിൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഈ ശഅബാൻ 15 മുതൽ അടുത്ത ശഅബാൻ 15-നിടയിൽ മരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ മുഴുവനും കൈമാറുകയാണ്. മനുഷ്യൻ അക്രമം ചെയ്യുന്നു, തോന്നിവാസം ചെയ്യുന്നു, പക്ഷെ അവൻ്റെ പേര് മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ പേര് അസ്രായിലിന് നൽകിയിട്ടുണ്ട്. ഈ വിവരം മനുഷ്യൻ അറിയുന്നില്ല. മാരകമായ രോഗം ഒരു മനുഷ്യന് അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അത് ഇന്ന മാസത്തിലെ ഇന്ന ഡേറ്റിൽ അതിൻ്റെ പൂർണ്ണമായ വിവരം മലക്കിന് കൈമാറുന്നു ഈ രാവിൽ. ഈ മനുഷ്യൻ അത് അറിയുന്നില്ല. അവൻ പൂർണ്ണ ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്. അവൻ ഈ വിവരം അറിയുന്നില്ല. അപ്പോൾ ലൈലത്തുൽ ഖിസ്മ കണക്കാക്കുന്ന രാവാണ് ഈ രാവ്. അതുപോലെ തന്നെ ലൈലത്തുൽ തക്ഫീർ പൊറുപ്പിക്കാൻ പറ്റിയ പൊറുക്കുന്ന രാവാണ് ഈ രാവ്. ഒരു വർഷത്തെ തെറ്റുകൾ മുഴുവനും ഈ രാവിൽ പുറത്തു കിട്ടും. കഴിഞ്ഞ വർഷത്തെ ശഅബാൻ 15 മുതൽ ഈ വർഷത്തെ ശഅബാൻ 15 വരെ ചെയ്തു കൂട്ടിയ തെറ്റുകളെ ആ രാവ് ഒരാൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവന് പൊറുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ കാര്യം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറബി കുടുംബങ്ങളിൽ കൂടുതൽ ആടുകളെ വളർത്തിയിരുന്ന ഒരു കബീലയായിരുന്നു കലബ് ഗോത്രം. മുത്തുനബി പറഞ്ഞത് കലബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണം അനുസരിച്ച് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന രാവാണ് ശഅബാൻ 15-ൻ്റെ രാവ് എന്ന് ആ രൂപത്തിലാണ് മുത്തുനബി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രാവിന് മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബ, ഉത്തരം കിട്ടുന്ന രാവ്. അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അത് കിട്ടും. പൊറുക്കലിനെ തേടുന്നു ഒരു മനുഷ്യൻ, അള്ളാഹ് പുറത്തു കൊടുക്കും. ഭക്ഷണം തേടുന്നു, അള്ളാഹ് ഭക്ഷണം കൊടുക്കും. സമ്പത്തിന് ആവശ്യപ്പെടുന്നു, അള്ളാഹു അത് നൽകും. ആരോഗ്യത്തിനെ ചോദിക്കുന്നു, അള്ളാഹു അത് നൽകും. അതുകൊണ്ടാണ് പഴയകാലം മുതൽക്ക് തന്നെ സലഫു സ്വാലിഹുകളടക്കം ശഅബാൻ 15-ൻ്റെ രാവിൽ പ്രത്യേകമായ ഇബാദത്തുകൾക്ക് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥനകൾക്ക് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോടുകൂടെയാണ് ഈ വർഷത്തെ ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ ആ രാവ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, 5 രാത്രികൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളാണ്. അതിലൊരു സംശയവും ഇല്ല. അതിൽ മഹാനവറുകൾ പറഞ്ഞ ഒരു രാത്രി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ൻ്റെ രാവാണ്. മഹാന്മാരൊക്കെ അത് അറിഞ്ഞ് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തിയിരുന്ന ആളുകളായിരുന്നു. ഇന്നത്തെ ഈ രാത്രി സാധിക്കുന്ന രൂപത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഇബാദത്തുകൾ നമ്മെക്കൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രയും ഇബാദത്തുകൾ നാം വർദ്ധിപ്പിക്കണം. നമ്മുടെ തെറ്റുകൾ ഇന്നത്തെ രാത്രിയിൽ പുറത്തു കിട്ടണം. നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടണം. നമ്മുടെ ആയുസ്സിൽ ദൈർഘ്യം കിട്ടണം. ആരോഗ്യമുള്ള ആയുസ് നമുക്ക് കിട്ടണം. നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടണം. ഇതാ ഇന്നത്തെ മഗ്രിബോടുകൂടെ അതിനുള്ള ഒരവസരമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൂടുതൽ നടത്തണം. കൂട്ടമായും ഒറ്റക്കായും കരഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുന്നിൽ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ബോധിപ്പിക്കണം. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, അലാ അദുല്ലുക്കും അലാമാ യുൻജീക്കും മിൻ അദുവ്വിക്കും, ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത്,
തദ്ഊനല്ലാഹ ഫീ ലൈലിക്കും വനഹാരിക്കും, രാപ്പകൽ വ്യത്യാസമില്ലാതെ സദാ സമയവും നിങ്ങൾ അള്ളാഹിനോട് ദോരന്നുകൊണ്ടേ ഇരിക്കുക. ഫൈന ദുആ സിലാഹുൽ മുഅ്മിൻ, ദുആ എന്നത് മുഅ്മിനായ മനുഷ്യൻ്റെ ആയുധമാണ്. ദുആയിലൂടെ, നിബന്ധനയത്ത ദുആയിലൂടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ നന്മകളുമായി സജീവമാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.